ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. ഞാൻ സീമ സുഭാഷ്. ഇന്നും ഞാൻ സ്ത്രീകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുൻപ് പാർട്ട് 1 പാർട്ട് 2 അതായത് ആ സ്ത്രീ തത്വത്തെ നമ്മൾ അംഗീകരിക്കേണ്ട ആ ഒരു ആവശ്യകതയെക്കുറിച്ച്, ആ പീരിയഡ്സ് ടൈമിലുള്ള ആ ഹയർ എനർജിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ആദ്യം പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടിയിലെ അതിശക്തി സ്വരൂപിണിയാണ്. അവരാണ് അത്രയും ശക്തിയോട് കൂടിയിട്ടാണ് ആ ഒരു ജഗത് ജനനിക്ക് സമാനമായ ശക്തി ഓരോ സ്ത്രീകളിലും ഉണ്ട്. പക്ഷെ അത് അവർക്ക് അറിഞ്ഞില്ല. അത് അറിയാൻ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആ ഒരു പുരുഷ മേധാവിത്വം, ആ ഒരു നോളജ് പുരാതന കാലം മുതൽ തന്നെ നമ്മളിലേക്ക് വരാൻ അത് സമ്മതിക്കുകയും ചെയ്തില്ല. ത്രേതായുഗത്തിൽ തന്നെ സീതാദേവിയാണ് മുന്നിട്ടിറങ്ങിയത്. അതായത് സ്ത്രീകൾക്കും ഗുരുകുലം വേണം എന്ന് സീതാദേവിയുടെയും ശ്രീരാമന്റെയും ആഗ്രഹങ്ങളിലൂടെയാണ് അന്ന് മുതൽ അത് തുടങ്ങിയത്. പക്ഷെ അത് ആ ത്രേതായുഗം പിന്നെ ദ്വാപരയുഗം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഒരു നമ്മുടെ കാലചക്രത്തിന്റെ ആ തീവ്രത, അതായത് ആ ഗുണങ്ങൾ മാറുന്നതിനനുസരിച്ച് വീണ്ടും പുരുഷാഹങ്കാരത്താൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിനെ ഒരു താഴെക്കെട്ടായിട്ട് കാണുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു മേധാവിത്വം കൊടുക്കാതിരിക്കുക, സ്ത്രീകൾക്ക് അവരുടെ ശക്തി അറിയാതിരിക്കാൻ വേണ്ടി പുരുഷ മേധാവിത്വം, പുരുഷ അഹങ്കാരത്താൽ അത് അവരിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ എന്താണെങ്കിലും ആ രഹസ്യങ്ങളെ ഇനിയും കൂടുതലൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇത് ഷെയർ ചെയ്യാം. ഞാനിവിടെ പറയാൻ പോകുന്നത് പീരിയഡ്സ് ടൈമിൽ ഏത് സ്ത്രീയാണോ ഉള്ളത് അവർ സമ്പൂർണ്ണ ശക്തി ചൈതന്യം നിറഞ്ഞ ആ ഒരു ദേവിക്ക്, ആ ഒരു ദേവതാ എനർജിക്ക് സമാനമാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഒരു സ്ത്രീകളെയും അപമാനിക്കരുത്. അവരെ വെറുക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അവരെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അവർക്ക് വിഷമം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം വളരെ വലുതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഓരോ സ്ത്രീയും ആ പീരിയഡ്സ് ടൈമിലാണോ അല്ലയോ ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ തന്നെ ആത്മനമസ്കാരം ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയണം. അതായത് ഒരു സ്ത്രീക്ക് നമ്മൾ സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല സ്ത്രീകളുടെയും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരം കൊണ്ടോ നമുക്ക് പലരോടൊപ്പം ആ സർവീസ് ഒന്നും ചെയ്യേണ്ട തോന്നും, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ തോന്നില്ല. അതൊന്നും അതിനൊക്കെ അതീതമായിട്ടുള്ള അത് ഗുണങ്ങളാണ്, അത് ജന്മ സംസ്കാരങ്ങളാണ്. അതൊക്കെ ഓരോ ജന്മങ്ങളിലും ഞാൻ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ആത്മപരിണാമക്രമത്തിൽ വരുന്ന ഒരു ഗുണങ്ങളുടെ തീവ്രതയാണ്. പക്ഷെ അതിന് അതീതമായിട്ടുള്ള സ്ത്രീ ശക്തി ചൈതന്യത്തെ ആ ബോധത്തോടു കൂടി കാണാനും അതിനെ അംഗീകരിക്കുവാനും ബഹുമാനിക്കാനും ഓരോ സ്ത്രീക്കും, അതായത് സഹസ്ത്രീകളെ ആദരിക്കുവാനും ബഹുമാനിക്കാനും അവർക്ക് വാല്യൂ കൊടുക്കാനും ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും കഴിയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് നേട്ടങ്ങൾ തീർച്ചയായും സംഭവിച്ചിരിക്കും. ഇതൊക്കെയാണ് സൂക്ഷ്മ രഹസ്യങ്ങൾ. സൂക്ഷ്മത്തിലാണ് മോക്ഷം. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് പോകണമെങ്കിൽ എവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് അങ്ങനെയൊക്കെയെന്ന് കാണുമ്പോൾ എനിക്ക് എന്തിനാ എന്ന് വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അവർ ആ പീരിയഡ്സ് ടൈമിലാണെങ്കിൽ ആണോ അല്ലെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകളെ ചെറുപ്പം ആൺകുട്ടികളാണ് പോടി എന്ന് വിളിക്കാറുണ്ട്. റോഡിൽ സ്വന്തം അമ്മയോ പെങ്ങളോ ഒന്നും അല്ലല്ലോ, അതായത് ഇങ്ങനെ പോകുമ്പോൾ സ്പീഡായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ പോടി എന്ന് വിളിക്കാറുണ്ട്. ഞാൻ പല സിനിമകളിലും കണ്ടിട്ട്, മലയാള സിനിമയിലും അവർ എന്ത് പറഞ്ഞാലും സ്ത്രീയെ എടി പോടി എന്ന് വിളിക്കുന്ന ഒരു കൾച്ചർ നമ്മളുടെ കേരളത്തിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമകളിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? അതായത് സന്ദേശങ്ങളാണല്ലോ നാം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഒരു ഹയർ മീഡിയ ആണത്, അല്ലേ? പക്ഷെ നമ്മളത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് അഭിമാനിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട ഒരു വർഗം തന്നെയാണ്. ഓരോ പുരുഷനും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്ത്രീകളെ അപേക്ഷിച്ച് അത് അവരുടെ അർഹതയാണ്. അവർ ആ ഒരു ബഹുമാനിക്കപ്പെടുക എന്നുള്ളത്, അംഗീകരിക്കപ്പെടുക എന്നുള്ളത് അവരുടെ അർഹതയാണ്. അവർ അത്രയും ശക്തിയോട് കൂടിയിട്ടാണ് സ്ത്രീ ജന്മം എടുത്തിട്ടുള്ളത്. ഒരുപാട് ജന്മങ്ങളിലെ കർമ്മങ്ങൾ ഒരേ ജന്മത്തിൽ അത് അനുഭവിച്ചിട്ട് ആ കർമ്മങ്ങളെല്ലാം ദഗ്ധം ചെയ്യാം എന്നുള്ള ഒരു ഹയർ റീസണോട് കൂടിയിട്ടാണ് അവർ ആ ഒരു സാഹസപൂർണമായിട്ടുള്ള ജന്മം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീയെ നാം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, പലരും എടി പോടി എന്നൊക്കെ അപമാനിക്കുന്ന രീതിയിൽ പറയാറുണ്ട്. സ്വന്തം കുടുംബത്തിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ അത് കേട്ട്
കേട്ടു എന്ന് വരില്ല. പക്ഷെ പുറമെയുള്ള സ്ത്രീകളോട് വളരെയധികം പുരസരമായിട്ട് പ്രവർത്തിക്കുക, സംസാരിക്കുക, നെഗ്ലജൻസി ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സിനിമയിൽ പോലും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഡീൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സിനിമ പ്രൊഡ്യൂസർമാരോടും അല്ലെങ്കിൽ ആ ഡയറക്ടേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് സിനിമകളിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എടുത്തു കളയുക. സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിനിമ എടുക്കുന്നതെങ്കിൽ ഇതൊരു റിക്വസ്റ്റാണ് ഒരു സഹോദരിയുടെ, എൻ്റെ മൊത്തം ടോട്ടൽ സ്ത്രീ സഹോദരികൾക്ക് വേണ്ടി ഉള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇത് എടുക്കണം. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പീരിയഡ്സിലൊക്കെ അതിലേക്ക് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ പീരിയഡ്സ് ടൈമിൽ നമ്മൾ പറയാറുണ്ട് പുറത്തു പോകരുത് എന്നൊക്കെ. പക്ഷെ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർക്കത് ചെയ്തല്ലേ പറ്റൂ, അവർക്ക് അത്രയും ബാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, പുറത്തേക്ക് പോയിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഈ സമയത്ത് ഹയർ പോസിറ്റീവായിട്ട് ഉണ്ടാവണം. എന്താ വെച്ചാൽ ഈ സമയത്ത് നമുക്ക് ആ ഒരു ഹയർ എനർജി ഫ്ലോ കാരണം നമുക്ക് ഒരുപാട് ദേഷ്യം വരും, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഒരുപാട് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാം. അതായത് നമ്മളിലുള്ള ആ ഫെമിനിൻ ക്വാളിറ്റീസിനെ കുറിച്ചുള്ള അവയർനെസ്സിന്റെ ഒരു ലോപം, അതിനെങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ള ഈ നോളജിന്റെ ഒരു ലോപം കൊണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ, അല്ലെങ്കിൽ ഈ ദേഷ്യങ്ങൾ നമുക്ക് ആ സമയത്ത് ഒരുപാട് ദേഷ്യം വരാറുണ്ട്, ഒരുപാട് അസഹനമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോനെ നമ്മൾ അതായത് ഹയർ ആയിട്ട് നമ്മൾ അവയർനെസ്സിൽ കൊണ്ടുവരാം. അത് നമ്മൾ വേറൊരു റൂട്ടിലേക്ക് ഈ ശക്തിയെ തിരിച്ചുവിടുക. അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു എനർജിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഓരോ സ്ത്രീകൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന, നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ആ ഒരു എനർജിയുടെ ആ ഒരു സഹായം കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഹീൽ ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പിനെ ഹോളിസ്റ്റിക് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ സമയത്തുള്ള ഈ എനർജി ഫ്ലോനെ നമ്മൾ ശരിയായ രീതിയിൽ അതിനെ നമ്മൾ രൂപകൽപ്പന, അതായത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പീരിയഡ് ടൈമിലുള്ള ക്രിയേഷൻ എനർജി കൊണ്ട് ഒരുപാട് ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ സമയത്ത് ഞാൻ വേറൊന്ന് പറയാറുണ്ട്, നമ്മൾ ഈ ഒരു പീരിയഡ് ടൈമിൽ ഏത് സ്ത്രീയാണോ ഉള്ളത് അവരുടെ വായിൽ നിന്നും ഒരിക്കലും മറ്റുള്ളവരുടെ മീതേക്ക് ശാപവാക്കുകൾ പോകാൻ പാടില്ല. സ്വയം ശപിക്കാനോ സ്വയം നിരാകരിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളെയോ മറ്റുള്ള പുരുഷന്മാരെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും ശപിക്കുവാനോ നെഗറ്റീവായിട്ട് അത് നടക്കില്ല, നീ അങ്ങനെ തന്നെയാണ്, ഇത് സംഭവിക്കില്ല, അങ്ങനെയൊന്നും ഒരു നെഗറ്റീവായിട്ടുള്ള വികല്പങ്ങൾ ഒരിക്കലും റിലീസ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായും നടന്നിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്തിൽ ഹൈ അവയറോട് കൂടിയിട്ട് വേണം ഓരോ സ്ത്രീയും ഉണ്ടായിരിക്കുവാൻ. പിന്നെ നമുക്ക് ഈ കൊച്ചു കുട്ടികളൊക്കെ നമ്മളുടെ വീട്ടിലും മെച്ചുവർ ആകുമ്പോൾ, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഫുഡിൻ്റെ ഒക്കെ ഈ ഹോർമോൺസ് ഒക്കെ കൂടുതൽ കുത്തിവെച്ച ചിക്കനും മട്ടനും പിന്നെ ഈ എഗ്ഗൊക്കെ കൂടുതൽ കഴിക്കുന്നത് കാരണം 8 വയസ്സ് മുതൽ 10 വയസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 10 വയസ്സിലൊക്കെ മെച്ചുവർ ആവുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവർക്കത് അറിഞ്ഞുകൂടെ, എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യാന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ ഒരു പാരൻസ് അല്ലെങ്കിൽ ഈ മാതാവ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ഇത് ഒരു വലിയ ഭാരമായിട്ട്, എന്തിനാ ഇപ്പം തന്നെ ആയി, വല്ലാത്തൊരു നാശം, വല്ലാത്തൊരു കഷ്ടം എന്നൊന്നും ഒരിക്കലും റിലീസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ കുഞ്ഞു മനസ്സിന് ഒന്നും അറിഞ്ഞുകൂടാ, അതെന്താണെന്നൊരു അനുഭവം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് കേൾക്കുന്ന വിധത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. ആ കുഞ്ഞിനെ വളരെയധികം സ്നേഹത്തോടു കൂടി നെഞ്ഞോട് അമർത്തി പിടിച്ചിട്ട്, മോളു ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമമാണിത്, പ്രകൃതി സഹജമായ ഒരു വലിയ വരമാണിത്, ഇതിലൂടെ ഒരുപാട് ആധ്യാത്മിക സ്ഥിതികളെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ നിനക്ക് പറ്റും, നിന്നിൽ ഒരുപാട് ഗുണങ്ങളെ, അതായത് സ്പിരിച്വൽ ആയിട്ട് നിന്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഭൗതികമായിട്ടുള്ള ഹയ്യസ്റ്റ് കാഴ്ചപ്പാടുകളെ വളരെ വിശാലമായിട്ട് നോക്കിക്കാണുവാനും അഭിവൃദ്ധി സാധിക്കുവാനും ഈ ഒരു എനർജിയെ നീ ഹയ്യസ്റ്റ് ആയിട്ട് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിനക്ക് എന്ത് ആഗ്രഹമുണ്ടോ ഈ സമയത്ത് നീ ആ ആഗ്രഹങ്ങൾ എനർജി നൽകുകയാണെങ്കിൽ, ആ ആഗ്രഹങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതിനെ വിഷ്വലൈസ് ചെയ്യുകയും ഊഹിക്കുകയും അതിന് ചിത്രീകരണം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് ഈസി ആയിട്ട് ആ ഒരു എല്ലാ ആവശ്യങ്ങളെയും നിനക്ക് ഈസി ആയിട്ട് സാധിക്കാൻ പറ്റും. വേറൊരു കാര്യം ഞാൻ പറയാം, ആസാമിലെ കാമാഖ്യ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാം. സീതാമാതാവിൻ്റെ ശരീരഭാഗങ്ങളിൽ യോനി ഭാഗമാണ് അവിടെ പതിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ മൂലാധാരം, അതായത് ആ യോനിയാണ് അവിടെ പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു
മഹാശക്തി ക്ഷേത്രമാണ്. ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. ഒരു കൊല്ലത്തിൽ, അതായത് ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു, അവിടെ ആ ഒരു 3 ദിവസം അവിടെ ആ അമ്പലം അടച്ചിടും, ക്ഷേത്രം. എന്തുകൊണ്ടാണ്? ആ ദേവി ആ ഒരു പീരിയഡ് ടൈം, ആ 3 ഡേയ്സ് പീരിയഡ് ടൈമാണ് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. ആ സമയത്ത് ബ്രഹ്മപുത്ര നദി പോലും വളരെ റെഡ് കളറിലാണ് പ്രവഹിക്കുന്നത്. അവിടുത്തെ പ്രസാദം പോലും ഈ ഒരു പീരിയഡ്സ് ടൈമിൽ വെച്ച ആ മാതാവിന്, ആ ദേവി മാതാവിന് വെക്കുന്ന തുണികളുടെ കഷ്ണങ്ങളാണ് തരുക എന്നത് പോലും അറിയപ്പെടുന്നു. സോ അത്രയും വിശിഷ്ടമായ ഒരു പ്രോസസ്സാണ് ഇത്. പക്ഷെ ഇതിനെ പലരും ഇതിനെ അംഗീകരിക്കാറില്ല. അതായത് പുറത്തു പോകാൻ പറ്റുന്നില്ല, ഇതൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞ് വെറുപ്പോട് കൂടിയിട്ട് ആരാണോ ഈ സ്ത്രീ തത്വത്തിനെ, ആ ഒരു യഥാർത്ഥ സ്ത്രീ ശക്തിയെ ആരാണോ അപമാനിക്കുന്നത്, ആരാണോ അതിനെ വെറുക്കുന്നത്, ആരാണോ അതിനെ നിരാകരിക്കുന്നത്, അവർക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് വരുമ്പോൾ അവർക്ക് മെൻസസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ മെൻസസിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ്, അതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർക്ക് ഈ തൈറോയ്ഡ് ഇഷ്യൂ വരാനുള്ള ആ ഒരു മെയിൻ റീസൺ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മുൻപ് വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മെൻസസ് ടൈമിലുള്ള ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ, ആ ഒരു അൾട്ടിമേറ്റ് ശക്തി പ്രവാഹത്തെ ഗ്രഹിക്കാൻ കഴിയാതെ അജ്ഞാനത്താൽ ആരാണോ അതിനെ നിരാകരിക്കുന്നത് അവർക്കാണ് മെൻസസ് പ്രോബ്ലംസ്, അതായത് ഈ പീരിയഡ് ഇഷ്യൂസ്, ആ സൈക്ലിംഗ് ശരിയായ സമയത്ത് ശരിയായ പ്രോസസ്സിൽ വരാതിരിക്കുക, ഒരുപാട് പെയിൻസ്, പിന്നെ ഗർഭാശയത്തെ സംബന്ധിച്ചിട്ടുള്ള വേറെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരുന്നത് ഇത് കാരണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നാം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമുക്ക് കഴിയണം. എന്താ വെച്ചാൽ എല്ലാത്തിനും അംഗീകരിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവണം. എന്താ വെച്ചാൽ സ്ത്രീ ആയി പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ സഹജമായിട്ടുള്ള ലക്ഷണങ്ങളാണ്, സ്വഭാവങ്ങളാണ്, നമ്മുടെ സംസ്കാരമാണ്. ഇതിനു വേണ്ടിയാണ് നാം ജീവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയണം. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം വരെ, അതായത് നമ്മൾ മരിക്കുവോളം നമ്മളുടെ ഗർഭപാത്രത്തെ ഒരിക്കലും എടുത്ത് കളയരുത്. ഇതിൻ്റെ പണി കഴിഞ്ഞു, എൻ്റെ പ്രസവം കഴിഞ്ഞു, ഇനി ഇതൊരു എനിക്കൊരു ഭാരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയണം. ഗർഭപാത്രം എടുത്തു കളഞ്ഞ ഒരു സ്ത്രീ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തു കളഞ്ഞ കരിമ്പിൻ ചണ്ടിക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. ആരെങ്കിലും ആ ഒരു ഗർഭപാത്രം എടുത്തു കളഞ്ഞവർ ഒരിക്കലും വിഷമിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കഴിവുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെൻസസ് നിന്നുപോയ ആ സ്ത്രീകളിൽ വാക്ശക്തി ഒരുപാട് കൂടുതലായിരിക്കും. അവരെന്ത് പറഞ്ഞാലും നമ്മളുടെ നമ്മുടെ വീട്ടിലുള്ള വയസ്സായവർ ആ ഒരു ഹയർ എനർജിയിലാണ്. എന്ന് വെച്ചാൽ സഹജമായിട്ട് ആ മെൻസ്ട്രേഷൻ എന്നുള്ളത് നിന്ന് പോയാലാണ്. അപ്പോൾ അവർക്ക് അത്രയും കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഈ ഒരു ഗർഭപാത്രത്തെ എടുത്തു കളയുന്നതിലൂടെ സ്ത്രീയിൽ അതിശക്തമായിട്ടുള്ള ഒരു പാർട്ട്, ആ സ്ത്രീയുടെ സമ്പൂർണ്ണ തത്വത്തെയാണ് അവിടെ വെട്ടിമുറിച്ച് മാറ്റുന്നത് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ആരെങ്കിലും ഗർഭപാത്രം എടുത്തു കളഞ്ഞവർ ഇത് വീഡിയോ കേൾക്കുമ്പോൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നോളജിനെ കുറിച്ചിട്ട്, ഇപ്പം ഇത്രയും അറിഞ്ഞ ഈ നോളജിനെ കുറിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും നമ്മളുടെ പേരക്കുട്ടികൾക്കും നമ്മുടെ റിലേഷൻസിനും നമ്മുടെ കൂട്ടുകാർക്കും നമുക്ക് അറിയാവുന്ന നാട്ടുകാർക്കും എല്ലാം ഈ ഒരു ഹയർ നോളജിനെ ആരാണോ ഷെയർ ചെയ്യുന്നത്, ആരാണ് ഈ സത്യത്തെ പ്രചരിപ്പിക്കുന്നത്, അവർക്ക് ഈ ഒരു വീണ്ടും ഈ ഒരു ദേവി ചൈതന്യത്തെ നിരന്തരം ആ പ്രോസസ്സിൽ ഉണ്ടാവാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഈ മെൻസസ് ടൈമിലുള്ള, ഈ പീരിയഡ് ടൈമിലുള്ള ഈ എനർജി കൊണ്ട്, ഈ ഒരു ക്രിയേഷൻ എനർജി, അതായത് ഈ ഒരു എഗ്ഗ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അണ്ടവുമായി പുരുഷവീര്യം കലരുമ്പോഴാണ് നമ്മളിൽ ഒരു ബേബി ആ ഒരു ഫോം ആവുന്നത്. അത്രയും ഹൈയസ്റ്റ് ക്രിയേഷൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആ എനർജി ഫ്ലോ നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ആ ഒരു എനർജി കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡേ പീരിയഡ് ടൈമിലുള്ള ഫസ്റ്റ് ഡേ നമ്മളെ കംപ്ലീറ്റ് അവയർനെസ്സോട് ഓ ദേവി ചൈതന്യം എന്നിലേക്ക് ഒരുപാട് ഫ്ലോ ആവുന്നു, എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നു, ഞാൻ വളരെ ലക്കി, അതായത് വളരെ ഭാഗ്യവതിയായ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് അതിനെ കംപ്ലീറ്റ് സ്നേഹത്തോടു കൂടി സമ്പൂർണ്ണ അംഗീകാരത്തോടു കൂടിയിട്ട് ഗ്രഹിക്കുക. എന്നിട്ട് നമുക്ക് എന്തെല്ലാമാണ് ആഗ്രഹങ്ങൾ എന്നുള്ളത് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യുക, എനിക്ക് ഈ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചും കൂടി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. എന്താണെന്ന് വെച്ചാൽ അതായത് ലോക കല്യാണം, നമ്മുടെ സ്വയം ആഗ്രഹങ്ങൾ സിദ്ധിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്കും കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയണം എന്നുള്ളത് ഇതിലൊരു ട്രൂത്താണ്. അതായത് വിശ്വ കല്യാണത്തിനായി കൂടി നമുക്കൊരു സങ്കല്പം അല്ലെങ്കിൽ തോട്ട് റിലീസിംഗ് എന്ന് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഫസ്റ്റ് ഡേ നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഋഗ്വേദത്തിലുള്ള മഹാരഹസ്യങ്ങളാണ്. ഓക്കെ, ഇത് വെറുതെ ഞാൻ വായിൽ തോന്നി ഇത് പറയുന്നതല്ല എന്നുള്ളതൊന്ന് അംഗീകരിക്കാൻ കഴിയണം. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ റെഡ് കളർ ഡ്രസ്സാണ്
ധരിക്കേണ്ടത് ആ ഒരു പീരിയഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ബ്ലോക്ക് ആയിട്ടുള്ള എനർജീസ് ഉണ്ട്. സോ ഈ റെഡ് കളർ ഡ്രസ്സ് ധരിക്കുന്നതിലൂടെ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഹയർ എനർജി ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ആ ഫ്ലോ ആയതിനെ ഈസി ആയിട്ട് റിസീവ് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് എനർജി ബ്ലോക്ക് ആയതിനെ റിലീസ് ചെയ്യാനും ഈ റെഡ് കളർ ഡ്രസ്സ് എന്നുള്ളത് വളരെയധികം നമുക്ക് സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ പീരിയഡ് ടൈമിൽ ഫസ്റ്റ് ഡേ റെഡ് കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. അതേപോലെ ആദ്യത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ശക്തിയെ ഗ്രഹിക്കുക. നമുക്ക് ഏതാണോ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല കാര്യങ്ങളും ആഗ്രഹം സാധിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിനെ ഒന്ന് മനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഓർക്കുക. അതായത് എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിക്കണം എന്ന് നമ്മൾ ആ ഒരു ആഗ്രഹത്തിനെ നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കുക. രണ്ടാമത്തെ ദിവസം നമ്മൾ ധരിക്കേണ്ടത് ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സാണ്. സോ അതും നമ്മളുടെ ഈ എനർജിയുടെ ഈ ബാലൻസിങ്ങിന് വളരെ വളരെ ആവശ്യമാണ്. സോ ആ സമയം രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടു, ഒരാഗ്രഹം എനിക്ക് സാധിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ കൂടുതലായിട്ട് എനർജി കൊടുക്കണം. അത് രണ്ടാമത്തെ ദിവസം നമ്മളിൽ ഒരുപാട് കഴിവുകൾ നമുക്ക് ഓർമ്മ വരും. പലതും നമുക്ക് കഴിഞ്ഞു പോയത് ഓർമ്മയില്ലാത്തൊക്കെ പലതും നമുക്ക് ഓർമ്മ വരും. അതായത് നമ്മൾക്ക് ദർശന ഭാഗ്യം എന്ന് പറയും, പലതും നമുക്ക് ദർശിക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് ഏതാണോ ആഗ്രഹം സാധിക്കേണ്ടത് അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ദർശിക്കുക. ഇതെനിക്ക് സാധിച്ചിരിക്കണം, സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒന്ന് ദർശിച്ചിട്ട് നമ്മൾ അതിനെ ഈ ഒരു പോസിറ്റീവ് എനർജീനെ അത് സാധിക്കുന്നതിനായിട്ട്, അതായത് ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അത് നമ്മൾ ദിവസം 1000 2000 ഇട്ടിട്ട് അത് ലക്ഷമാവുന്നത് പോലെ കോടികളാവുന്നത് പോലെ നമുക്ക് സംഭവിക്കാറില്ലേ? അതേപോലെ നമ്മളുടെ ഈ ആഗ്രഹത്തിന് നമ്മൾ ആ എനർജി നമുക്ക് ഈ ഒരു ഹയർ എനർജി അതിങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുക, ദർശിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ദിവസം നമുക്ക് ഇഷ്ടമുള്ള കളർ ഡ്രസ്സ് ഇടാം. ഓക്കെ, മൂന്നാമത്തെ ദിവസം എന്നുള്ളത് നമ്മൾ അതിനെ കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യണം. മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിൽ വാക്ശക്തിയാണ് ഉണർന്ന് പ്രവർത്തിക്കുക. തേർഡ് ഡേ ഭയങ്കര ശക്തിയായിരിക്കും, നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവർ ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും സംഭവിക്കുന്ന ഇതൊക്കെ ഹയർ സീക്രട്ടാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ജ്ഞാനത്തോടു കൂടി വിവേകത്തോടു കൂടി വേണം ഈ ശക്തിയെ ഉപയോഗിക്കുവാൻ. ആ ദിവസം നമ്മൾ മറ്റുള്ളവരെ ശപിക്കുകയോ മറ്റുള്ളവരെ നശിക്കണമെന്ന് പറയുകയോ അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലോ ഒന്നും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പോലും പ്രാവർത്തികമാകും. എന്താ വെച്ചാൽ ഈ ശക്തിക്ക് സത്യമോ അല്ലെങ്കിൽ അസത്യമോ അങ്ങനെ ഒന്നും അറിയില്ല, നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊന്നുമില്ല. ശക്തി മാത്രമാണത്. ശക്തി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പവർ. ആ പവർ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്കാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണോ എന്നുള്ളൊരു ഇതൊന്നും ശക്തിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ഈ ഒരു പീരിയഡ് ടൈമിൽ ഒരു ദിവസം പാടില്ല. തേർഡ് ഡേ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും വളരെയധികം വിവേകത്തോടു കൂടി വേണം നമ്മൾ റിലീസ് ചെയ്യാൻ. അതായത് തേർഡ് ഡേ നമ്മൾ ഏതാണോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള, ഏതാണോ നമ്മൾ മനസ്സിൽ ചിത്രീകരണം, ഊഹാചിത്രം, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് സംഭവിക്കുന്നതായിട്ടും സംഭവിച്ചു കഴിഞ്ഞാലുള്ള ആനന്ദത്തിനൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അത് നടന്നതായിട്ട് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക മന്ത്രത്തെ പോലെ. എന്താണ് മന്ത്രമാണ്? വാക്കാണ് മന്ത്രം. വാക്കിന് അത്രയും ശക്തിയുണ്ട്. വാക്കിനെ വളരെയധികം നന്നായിട്ട് വിനിയോഗിക്കുന്നവനാണ് വിവേകവാൻ. വിവേകാനന്ദനെ കുറിച്ച് നമുക്കറിയാം. വിവേകത്താൽ നിരന്തരം ആനന്ദത്തോടു കൂടി ഉണ്ടാവുന്നതാണ്. നിരന്തരം വാക്ക്ഷേത്രത്തിന്റെ മുകളിൽ ബോധത്തോടു കൂടിയവന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു കാര്യം ഓരോരുത്തരും നമ്മൾ സ്വയം മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കാണ് നമ്മളിത് കൂട്ടുകാരോട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താ വെച്ചാൽ പങ്കിട്ട് കൊടുക്കും തോറും ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പണമാണുള്ളെങ്കിൽ പണം മറ്റുള്ളവർക്ക് സഹായിക്കും തോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആരുടെ അടുത്താണോ ഈ ഒരു പണം അതായത് കെട്ടിപ്പൂട്ടി വെക്കാതിരിക്കുന്നത്, അതങ്ങനെ ഫ്ലോട്ട് ആയിരിക്കുന്നത്, അവർക്കാണ് ലക്ഷ്മി ദേവി ഐശ്വര്യം കൊടുത്തുകൊണ്ടിരിക്കുക. ആരിലാണോ ജ്ഞാനം പറഞ്ഞു കൊടുക്കാനുള്ള വിവേകമുള്ളത് അവരിലേക്കാണ് ആ ഒരു സരസ്വതി ദേവി നിരന്തര ജ്ഞാനത്തെ പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, ഞാനും എൻ്റെ കുടുംബം മാത്രം നന്നായാൽ മതി, ഇത് മറ്റുള്ളവരിലേക്ക് ഒരിക്കലും പോവരുത്, മറ്റുള്ളവരിലേക്ക് അറിയാൻ എന്നിലൂടെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ശരിയല്ല. എവിടെ നിന്നൊക്കെയാണ് ജ്ഞാനം കിട്ടുന്നത് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അവരിലേക്ക് ഇത് എത്തിക്കാൻ നമ്മളൊരു പ്രയത്നം ചെയ്യും. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു ഹൃദയചക്രത്തിലുള്ള ആ ഒരു വികാസം, നമ്മളിലുള്ള ആധ്യാത്മിക ചൈതന്യം, നമ്മളിലുള്ള എല്ലാവിധ ആ ആത്മസൗന്ദര്യം വികസിക്കുന്നത്. ബാഹ്യമായിട്ട് ഒരുപാട് സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഉള്ളിൽ ഒരുപാട് ദുർഗുണങ്ങളും അവലക്ഷണങ്ങളും കുനുട്ടും പോരും സ്വാർത്ഥതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സൗന്ദര്യമുള്ള സ്ത്രീയല്ല, ശാപം കിട്ടിയ ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ കുടുംബത്തിൽ ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ആരാണോ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്, അഹങ്കാരത്താൽ വെല്ലുവിളിക്കുന്ന സ്ത്രീ
സ്ത്രീകൾ ഏത് വീട്ടിലാണോ ഉള്ളത്, എനിക്ക് എല്ലാം അറിയുമെന്ന അഹങ്കാരത്താൽ ആരാണ് ആ കുടുംബത്തിൽ പ്രശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറിനെ വിഘടിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സ്ത്രീകളുള്ള കുടുംബത്തിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഒരു ശക്തിയുടെ ആ പ്രവാഹം ഉണ്ടായിരിക്കും. അവിടെ നന്മ ഉണ്ടായിരിക്കില്ല. അവിടെ എപ്പോഴും എല്ലാവരും ഒരു അശാന്തിയെ ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വീടുകളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് ലീവ് ആവാൻ നമുക്ക് തോന്നും. അവിടെ കൂടുതൽ സംസാരിക്കാനോ അവിടെ നിൽക്കാനോ നമുക്ക് തോന്നില്ല. സോ സ്ത്രീ തൻ്റെ സ്വയം ശക്തി, ആ ഒരു ആത്മചൈതന്യത്തെ വളരെ നന്നായിട്ട് വിവേകത്തോടു കൂടി വിനിയോഗിക്കുമ്പോഴാണ് ആ സ്ത്രീ ഒരു വിളക്കാകുന്നത്. അല്ലെങ്കിൽ ആ സ്ത്രീ മതി കുടുംബത്തെ ഇരുട്ടിലാഴ്ത്താൻ. ഓക്കെ, സ്ത്രീ അത്രയും അവയർനെസ്സോട് കൂടി ജീവിക്കാനുള്ള അത്യുന്നത ജന്മമാണ് എടുത്തത്. പക്ഷെ പലർക്കും ഇത് അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞത് ആചരിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ജന്മത്തെ, സ്ത്രീ ജന്മത്തെ നമ്മുടെ സ്ത്രീ ജന്മം സാർത്ഥകമാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം നമ്മൾ അതിന് വാക് ശക്തി കൊടുക്കുക. വാക്കിലൂടെ നമ്മളുടെ ആ ഒരു ഉള്ളിലുള്ള സങ്കല്പത്തെ, ആ സങ്കല്പത്തിന്, അതായത് ശുദ്ധ സങ്കല്പത്തിന് നമ്മൾ വാക്കാലും ആലോചനയാലും ശക്തി കൊടുക്കുമ്പോൾ ആ ഒരു സങ്കല്പം എന്നുള്ളത് തീർച്ചയായിട്ടും സിദ്ധിക്കപ്പെടുന്നുണ്ട്. ഫോർത്ത് ഡേ നമ്മൾ എന്താണ് ചെയ്യുന്നതെങ്കിൽ, അതായത് കംപ്ലീറ്റ് നമ്മളത് ആ ഒരു ആഗ്രഹം പുഷ്പീകരിച്ചതുപോലെ, അതായത് ആഗ്രഹം സാധിച്ചതുപോലെയാണ് നാം ചെയ്യേണ്ടത്. അത് സാധിച്ചു കഴിയുമ്പോൾ, അത് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ നമ്മളൊരു ഫ്രീ, അമ്മയ, അയ്യോ സംഭവിച്ചല്ലോ, അത് സാധിച്ചല്ലോ, അത് നടന്നല്ലോ. അപ്പൊ എന്താണ്, നമ്മൾ അത്രയും ഫ്രീ ആവാണ് ചെയ്യുന്നത്. ഓ ഹാപ്പി, ഞാൻ പ്രശാന്തമായി, എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ട് കേട്ടോ എന്നുള്ള ആ ഒരു ഫീലിംഗ്. അതായത് കംപ്ലീറ്റ് ആ പ്രോസസ്സ് നടന്നു കഴിഞ്ഞത്, ആ വിഷ്വലൈസേഷനിലൂടെ ആ കംപ്ലീറ്റ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞൊരു വിശ്വാസമാണ്. ഞാനിവിടെ പറയുന്നത് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം വിശ്വസിക്കുന്നതാണ് മെഡിക്കൽ സയൻസ്. പക്ഷെ ഇത് സ്പിരിച്വൽ സയൻസ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചതിന് ശേഷം സംഭവിക്കുന്നതാണ് സ്പിരിച്വൽ സയൻസ്. വിശ്വസിച്ച ഉടൻ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഈ ആധ്യാത്മിക രഹസ്യങ്ങൾ, ആധ്യാത്മിക ശാസ്ത്രം. സോ അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റാത്തത്, പലരിലേക്കും ഇത് എത്തിച്ചേരാത്തത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ നടക്കുമോ? സോ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ, നമ്മൾ തന്നെയാണ് ഇതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നത്. ഇതൊക്കെ നടക്കുമോ? അപ്പോൾ ഇതിങ്ങനെയൊന്നും വിചാരിച്ച് നടക്കുന്നതല്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാലേ നടക്കുള്ളൂ, ഒരുപാട് ഞാൻ അതിനു വേണ്ടി ത്യാഗം ചെയ്യണം, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അതിനെ സാക്രിഫൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. വി ആർ ക്രിയേറ്റേഴ്സ്, വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്. വി ആർ ക്രിയേറ്റേഴ്സ്, വി ആർ ഗോഡ് ആൾസോ. അതെ, അതാണ് പറയുന്നത്. നമ്മൾ വിവേകത്തോടു കൂടി, ഓഹോ ഇത്രയും ഉണ്ടോ, നമ്മൾ ഒരുപാട് ആലോചനകളിലൂടെ ഇത്രയും സാധിച്ചു. ഇപ്പൊ വിവേകത്തോടു കൂടി, ശക്തിയോടെ, സഹായത്തോടു കൂടി നാം സങ്കല്പിക്കുമ്പോൾ, നാം സൃഷ്ടിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ, അതിന് ശക്തി നൽകുമ്പോൾ ഇനി എത്ര ഫാസ്റ്റ് ആയിട്ടത് നമുക്ക് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ആക്കാൻ പറ്റുന്നുള്ള ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഒരു രൂപ ചെലവില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഈ ദേഹം എന്ന ദേവാലയത്തിൽ ജീവൻ എന്ന ദൈവം നിരന്തരമുണ്ട്. ആത്മശക്തി എന്ന് പറയുന്നത് ചെറിയതല്ല, അത് ഈ പ്രപഞ്ചത്തിൽ അത്യുന്നതമായ ശക്തിയാണ് ആത്മശക്തി. അതിന് ഈ സ്ത്രീകൾക്ക് ഈ പീരിയഡ് ടൈമിൽ വരുമ്പോൾ അതിൻ്റെ സ്വന്തം ശക്തിയോട് കൂടി വേറെ ആ ഒരു സമ്പൂർണ്ണ ദേവതാ ചൈതന്യം, കംപ്ലീറ്റ് ഹയർ എനർജിയും കൂടിയും പ്ലസ് ആവുകയാണ്. അതും കൂടി സഹായിക്കുകയാണ് ചെയ്യുന്നത്, അതും കൂടി അവരിൽ ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നാണ് അവർക്ക് ഈ ഓരോ സങ്കല്പ സിദ്ധികളും കാര്യസിദ്ധികൾ നടക്കുന്നത്. സോ അതാണ് നമ്മൾ ആ ഒരു നാലാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്രയും നന്നായിട്ട് അത് കഴിഞ്ഞു പോയതുപോലെ നമ്മൾ ഫ്രീ ആവുക. സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യില്ല, അത്രയും കംപ്ലീറ്റ് ആയിട്ട്. ഫിഫ്ത്ത് ഡേ, അതായത് നാലാമത്തെ ദിവസം പിന്നെ നമ്മൾ കുളിക്കാൻ, നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് വയലറ്റ് വസ്ത്രം അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ മറക്കരുത്. പിന്നെ അന്നത്തെ ദിവസം മഞ്ഞൾ തേച്ച് കുളിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓക്കെ, ഫിഫ്ത്ത് ഡേ എന്ന് പറയുന്നത് സെലിബ്രേഷൻ എന്താ പറയുക, നമ്മൾ അതിനെ ആഘോഷിക്കുക, അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾക്കൊരു ഒരു കാര്യം സാധിക്കണം എന്ന് വിചാരിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തു, അത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഒരു ആനന്ദമില്ലേ, അതിനെ സെലിബ്രേറ്റ് ചെയ്യില്ല, അതേപോലെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് അതായത് നമ്മളിവിടെ വേറൊരു കാര്യം ആലോചിക്കുക. നമ്മളൊരു ശുദ്ധസങ്കല്പം ഇടുമ്പോൾ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇത്രയും കാലത്തെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം, നമ്മളത് വളരെയധികം ഇത് സംഭവിക്കോ ഇല്ലയോ അങ്ങനെ ഈ വികല്പങ്ങൾ ഒരിക്കലും വരരുത്. അതായത് പോസിറ്റീവ് തോട്ടിനോടൊപ്പം നെഗറ്റീവ് തോട്ട് നമ്മളുടെ ഓറയിലേക്ക് വരാൻ പാടില്ല, നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഈ സാധനയ്ക്ക് സമയം പിടിക്കും. ആദ്യത്തെ മാസമൊന്നും പറ്റിയില്ല എന്ന് വരില്ല, പക്ഷേ സാധിച്ചിരിക്കും. അതായത് നടക്കോ ഇല്ലേ എന്നുള്ള വികല്പങ്ങളാണ് ചില നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതൽ, അപ്പോൾ നമുക്ക് സംഭവിക്കില്ല. സോ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ ടൈമിൽ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് വളരെ ഗുപ്തമായിട്ട് അതിനെ എടുത്തു വെക്കണം. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചിലവർ, എന്നോട് ആരപ്പോൾ ഇതൊക്കെ പറഞ്ഞ്, ഇതൊക്കെ പറഞ്ഞാൽ നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കോ, നിനക്ക് വട്ടാണോ,
അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടൂ. ഞാൻ ഈ പ്രോസസ്സിലാണുള്ളത്, ഞാൻ ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്, ഒന്നും ഒരിക്കലും ഷെയർ ചെയ്യരുത്. വളരെ ഗുപ്തമായി നിഗൂഢമായി വേണം ആ ഒരു കാര്യം ചെയ്യുവാൻ. അത് നമുക്ക് മാത്രമേ അറിയാൻ പാടൂ. ഓക്കെ, നാം ചെയ്യുന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങണം. എന്താ വെച്ചാൽ അത് എപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത് അപ്പം മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് മാത്രം ഓരോരുത്തരും വളരെയധികം ചിന്തിക്കേണ്ട പാലിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട്സ്. പിന്നെ 5th ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിൽ അത് സെലിബ്രേഷൻ അല്ലേ, നമ്മുടെ സ്വന്തം ഇഷ്ടം. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പൊടിമണൽ, അതായത് സീസാൻഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പൊടിമണൽ തേച്ചിട്ട് കുളിക്കുമ്പോൾ വളരെയധികം പ്രോസസ്സ് നടക്കും. വളരെയധികം നമ്മളിങ്ങനെ എന്താ പറയുക, വായുവിലൊക്കെ ഇങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ട്. അത്രയും സൂപ്പറാണ് 5ാമത്തെ ദിവസം നമ്മൾ പൊടിമണൽ തേച്ചിട്ട് കുളിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സമുദ്രത്തിലുള്ള ആ ഒരു മണലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതങ്ങനെ ചെയ്താൽ വളരെ നല്ല റിസൾട്ടാണ്. പിന്നെ ഈ മെൻസസ് പീരിയഡ് 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഹീലിംഗ് പവർ വർദ്ധിക്കും. നമ്മളിൽ ഹീലിംഗ് പവർ, നമ്മുടെ സ്വന്തം അനാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്കും കൂടി നമുക്കത് ചെയ്യാൻ പറ്റും. അത് ഇവിടെ വേറൊന്ന് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക്, അതായത് അവർ സ്വയം ഹീൽ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞൊരു 5 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് മുതൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കേൾക്കാൻ പറ്റും. അവരത് പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് തന്നെ അവരത് ക്യാച്ച് ചെയ്യും. ഉണ്ണി ഒന്നുമില്ല കേട്ടോ, ഉണ്ണി അത് പോയി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു പെട്ടെന്ന് അവർ സ്വയം ഹീൽ ചെയ്യും. അത്രയും കഴിവുണ്ട് അവർക്ക്. പക്ഷേ കുഞ്ഞുകുട്ടി ശിശുക്കൾക്ക് അവർക്കത് നമ്മൾ പറഞ്ഞത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുട്ടികൾക്കും വൃദ്ധരായവർക്കും കൂടുതൽ വയസ്സായവർ അവർ സ്വയം ചെയ്യാൻ പറ്റില്ല, അവർക്ക് നമ്മൾ പറഞ്ഞത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെവർക്കും വയസ്സായവർക്കും ശിശുക്കൾക്കും മാത്രമാണ് നമ്മളുടെ ഈ എനർജി കൊണ്ട് ഹീൽ ചെയ്യാൻ പാടൂ. യൂത്തിലുള്ളവർക്കും 3 വയസ്സിന് ശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാവുന്നവർക്ക് 5 വയസ്സിന് ശേഷമുള്ളവർക്കൊന്നും നമ്മൾ ഹീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ ഗൈഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മളത് ചെയ്യരുത്. 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അങ്ങനെ അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ഇതുണ്ടാവും. 7ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഒരു നൂതന ജീവിതത്തിലേക്ക്, നമ്മുടെ കാര്യസാധ്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു നൂതന ജീവിതത്തിലേക്ക് ആനന്ദത്തോടു കൂടി പ്രവേശിച്ച ആ ഫീലിംഗിൽ ഉണ്ടാവണം എന്നാണ് പറയുക. സോ നമ്മൾ ഈ ചന്ദ്രൻ്റെ ആ ഒരു അമാവാസ്യ കഴിഞ്ഞിട്ട് പിന്നെ പൂർണ്ണചന്ദ്രനായിട്ടുള്ള ആ ഒരു സർക്കിളിന് ശരി സമാനമായിട്ടാണ് നമ്മളുടെ ഓരോ സ്ത്രീകളിലെയും ഈ ഒരു സൈക്ലിംഗ് എന്നുള്ളത്, ഈ ഒരു ആർത്തവം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് ഈ ഒരു ചന്ദ്രൻ്റെ ഈ ഒരു അമാവാസ്യയിൽ നിന്ന് പൂർണ്ണചന്ദ്രനിലേക്കുള്ള ആ ഒരു സമയം, ആ ഒരു പീരിയഡാണ് നമ്മളിലുള്ളതും. ആ ഒരു എന്താ വെച്ചാൽ 28 ദിവസത്തിന് ശേഷം 25 മുതൽ 28 ദിവസങ്ങൾക്കുള്ളിലാണ് ശരിയായ ആ ഒരു സൈക്കിൾ എന്നുള്ളത് നമ്മളിൽ നടക്കുക. സോ ആ ചന്ദ്രൻ്റെ ആ ഒരു ശക്തിക്കും സ്ത്രീയിലുള്ള ഈ പീരിയഡ് ടൈമിനും വളരെയധികം സാമ്യതയുണ്ട്, വളരെയധികം സവിശേഷതകളുണ്ട്, ആ ഒരു പൊരുത്തമുണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തരും തിരിച്ചറിയുക. മറ്റുള്ളവരിലേക്ക് ഇത് ഹയസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ ഒരാളും മടിക്കരുത്. പിന്നെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഒരുപാട് നോളജ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോളജാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഷെയർ ചെയ്യുന്ന നോളജ് ഇനിയും കൂടുതൽ വാട്സപ്പ് മുഖേന, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖേന, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മുഖേന ഒരുപാട് പേർക്ക് നിങ്ങളിത് പകർന്നു നൽകുമെന്ന് കൂടെ ഞാൻ വിശ്വസിക്കുന്നു. എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. നമുക്ക് അറിയാത്തത് ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതിനെ സ്വയം ആചരിക്കുകയും മറ്റുള്ളവർക്ക് ആചരിക്കുന്ന വിധത്തിൽ നമ്മൾ ഓരോ മീഡിയേറ്റർ ആവുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇതെങ്കിൽ അത് ചെയ്യാം. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം CCTV ക്യാമറയിൽ എന്ന പോലെ ദൈവം നിരന്തരം നമ്മളെ പരിശീലിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്ക് അറിയുന്ന കാര്യമായിട്ട് പോലും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മൾ ആചരിക്കുന്നില്ലെങ്കിൽ നഷ്ടപോകുന്നത് നമ്മൾ മാത്രമാണ്. നഷ്ടം നമുക്കാണ്, അല്ലാതെ വേറെ ആർക്കും. ഇത്രയും നല്ലൊരു അവസരം നമുക്ക് കിട്ടിയിട്ടും അതിനെ വിനിയോഗിക്കാത്തതിൻ്റെ ആ ഒരു അനന്തരഫലങ്ങൾ കൂടെ അനുഭവിക്കുന്നത് നാം സ്വയമാണ്, അല്ലേ? സോ ഞാൻ എൻ്റെ ജീവിതത്തെ വളരെ അവസാന ശ്വാസം വരെ ഞാൻ ഈ സത്യത്തിന് വേണ്ടി, സത്യം പറയാൻ വേണ്ടി മാത്രം, സത്യത്തെ ആചരിക്കാനും സത്യത്തെ പാലിക്കുവാനും സത്യത്തെ പകർന്നു നൽകുവാനും വേണ്ടിയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ നീക്കി വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ന്യായം ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ്റെ സഹോദരന്മാരുടെയും സപ്പോർട്ട് കൂടെ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്, ഞാൻ നിങ്ങളെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു VMC മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഇതിലുള്ള നോളജിനെ ഷെയർ ചെയ്തിട്ടും ഇതിനെ ലൈക്ക് ചെയ്തിട്ടും നിങ്ങൾ എല്ലാവരും ഈ സഹോദരിയെ അനുഗ്രഹിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.